യേശുവ എന്ന അതിവിശുദ്ധ നാമത്തിന് മഹത്വം. കൊറോണ വാക്സിനും സ്വർഗരാജ്യവും. ഇങ്ങനെയൊരു വിഷയം ചർച്ച ചെയ്യാനുണ്ടായ സാഹചര്യം ആദ്യം വ്യക്തമാക്കാം. കൊറോണ വാക്സിൻ എടുത്തവരെല്ലാം നരകത്തിൽ പോകും എന്നൊരു പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. വാക്സിൻ എടുത്തവരെല്ലാം നരകത്തിലും വാക്സിൻ എടുക്കാത്തവർ സ്വർഗത്തിലും എന്ന പ്രചരണത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ദൈവവചനം ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? ഈ കാര്യത്തിൽ പല വ്യക്തികളും മനോവയോട് സംശയം ചോദിച്ചു. പലരുടെയും ആകുലത കൊറോണ വാക്സിനെ സംബന്ധിച്ച് ദൈവവചനം എന്താണ് വെളിപ്പെടുത്തുന്നത് എന്നാണ്. ഈ വിഷയത്തിൽ എന്താണ് ദൈവവചനം നമ്മോട് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സ്വർഗരാജ്യത്തിൽ ആര് പ്രവേശിക്കും എന്ന് ആധികാരികതയോടെ പറയാനായിട്ട് കഴിവുള്ളത് സ്വർഗത്തിൻ്റെ അധികാരിയായ യേശുവായ്ക്ക് മാത്രമാണ്. അവിടുന്ന് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം. സ്നാനത്തെക്കുറിച്ചാണ് ഇവിടെ യേശുവ വ്യക്തമാക്കിയിട്ടുള്ളത്. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിലും യേശുവ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഉദ്ധാനത്തിനു ശേഷം തൻ്റെ ദൗത്യം ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചുകൊണ്ട് അരുളി ചെയ്യുന്ന വാക്കുകളാണ് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രഖ്യാപനവും മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആഹ്വാനവും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത്. രക്ഷ പ്രാപിക്കുന്നവർ എത്തിച്ചേരേണ്ട ഇടമാണ് സ്വർഗരാജ്യം. അപ്പസ്തോലന്മാർ ദൗത്യം ആരംഭിച്ചപ്പോൾ അവരുടെ പ്രസംഗത്തിൽ ആകൃഷ്ടരായ ചിലർ അവരോട് ഇപ്രകാരം ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ഈ ചോദ്യത്തിന് മറുപടിയായി അപ്പസ്തോല പ്രമുഖനായ കേപ്പ എന്താണ് പറഞ്ഞതെന്ന് നോക്കുക. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുവ മശിഹായുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ യാഹ്വേ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലാണ് നാം ഇത് വായിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ. ബൈബിളിലെ ഈ വചനങ്ങളെല്ലാം ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്. യേശുവായുടെ നാമത്തിൽ വിശ്വസിച്ച് ആ നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്ന വ്യക്തികളാണ് രക്ഷ പ്രാപിക്കുന്നത്. അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. ഈ വാഗ്ദാനം നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകം മുഴുവനിലുള്ള ഏതൊരു വ്യക്തിക്കും ഈ അവസരം വേണ്ട വിധം ഉപയോഗിക്കാൻ കഴിയും. യേശുവായുടെ നാമത്തിലുള്ള സ്നാനം സ്വീകരിച്ചു എന്നതുകൊണ്ട് ആരെങ്കിലും രക്ഷ പ്രാപിക്കുമോ? യേശുവായുടെ നാമത്തിലുള്ള വിശ്വാസവും ആ നാമത്തിൽ സ്നാനം സ്വീകരിക്കലും രക്ഷയിലേക്കുള്ള ഒരു കവാടം മാത്രമാണ്. ഈ സ്നാനത്തിന് ശേഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ അനിവാര്യമായും പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അത് ദൈവവചനത്തിൽ വ്യക്തമായി നമ്മളോട് സംസാരിച്ചിട്ടുമുണ്ട്. ദൈവവചനം പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇടം വലം തിരിയാതെ അനുസരിക്കാനുള്ള ഉത്തരവാദിത്തം സ്നാനം സ്വീകരിച്ചിട്ടുള്ള എല്ലാവർക്കുമുണ്ട്. അതായത് യേശുവായിൽ വിശ്വസിക്കുക, സ്നാനം സ്വീകരിക്കുക, ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. ഇതാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരുവന് വേണ്ട യോഗ്യത. അതായത് കൊറോണ വാക്സിനെയോ മറ്റെന്തിനെയെങ്കിലുമോ ആശ്രയിച്ചല്ല, അതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരുവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്.
എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതന്മാരായ പ്രവാചകന്മാർ വഴി പ്രഖ്യാപിച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. മോശയിലൂടെയാണ് നിയമം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. യേശുവ വന്ന് ഈ നിയമങ്ങളെ സ്ഥിരീകരിക്കുകയും കുറേ കൂടി കാർക്കശ്യത്തോടു കൂടി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തതോടെ ആ നിയമത്തിൻ്റെ പൂർണ്ണത അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ആ നിയമത്തെ പരിഷ്കരിക്കാനോ ആ നിയമത്തെ മാറ്റിമറിക്കാനോ അതിനെ മയപ്പെടുത്താനോ കഠിനമാക്കാനോ ഒന്നുമുള്ള ഒരധികാരവും ഒരു മനുഷ്യനും ദൈവം നൽകിയിട്ടില്ല. ക്രിസ്തുവിൽ ഇതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവിന് ശേഷം എന്തെങ്കിലും നിയമങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ നിയമങ്ങൾക്കൊന്നും സ്വർഗരാജ്യത്തിൽ പ്രാബല്യമില്ല. അതുകൊണ്ട് ദൈവമക്കൾ അനുസരിക്കേണ്ട, സ്വർഗരാജ്യത്തിലേക്ക് ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന വ്യക്തികൾ അനുസരിക്കേണ്ട പ്രമാണങ്ങൾ മോശയിലൂടെ നൽകപ്പെട്ടതും ക്രിസ്തുവിനാൽ സ്ഥിരീകരിക്കപ്പെട്ടതുമായ ആ നിയമങ്ങൾ മാത്രമാണ്. ആ നിയമത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നവയെല്ലാം ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും അനുവദനീയമാണ് എന്നതുപോലെ തന്നെ ഈ നിയമങ്ങൾ എന്തിനെങ്കിലും നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അവ ദൈവമക്കൾക്ക് നിഷിദ്ധവുമാണ്. അതായത് നിയമം വഴി അനുവദനീയമാക്കപ്പെട്ടത് അനുവദനീയവും നിഷിദ്ധമാക്കപ്പെട്ടത് നിഷിദ്ധവുമായി കരുതുന്ന വ്യക്തികളാണ് ദൈവമക്കൾ. അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിയമത്തിലൂടെ നൽകപ്പെട്ടു കഴിഞ്ഞു. യേശുവായിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തികളും ഈ നിയമങ്ങൾ കൃത്യതയോടെ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരുടെ സ്വർഗരാജ്യ പ്രവേശത്തെ തടസ്സപ്പെടുത്താൻ ഈ ഭൂമിയിലെ ഒരു ശക്തികൾക്കും മറ്റേതെങ്കിലും പാതാളത്തിലോ മറ്റെവിടെയെങ്കിലുമുള്ള ശക്തികൾക്കും സാധിക്കില്ല എന്നതാണ് ക്രിസ്തുവിൽ നമുക്കുള്ള ഉറപ്പ്. അങ്ങനെയെങ്കിൽ വാക്സിൻ നമ്മളെ ഉപദ്രവിക്കുന്ന ഒന്നല്ല എന്നാണോ മനോവ പറഞ്ഞു വരുന്നത്? വാക്സിൻ എടുക്കരുത് എന്ന കൽപ്പന ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്ത എല്ലാവരും നരകത്തിൽ പോകുമെന്ന് പറയാൻ മനോവയ്ക്ക് കഴിയില്ല. എന്നാൽ ഒരു കാര്യം മനോവ വ്യക്തമാക്കാം. വാക്സിനേഷന് വിധേയരാകുക എന്നത് നിയമലംഘനമല്ലെങ്കിലും വാക്സിനേഷനിലൂടെ നിയമലംഘനത്തിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ട് എന്നത് ഒരു കെണിയായി ഇതിൻ്റെ പിന്നിലുണ്ട്. ദൈവരാജ്യം നമുക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുന്ന ഒരു കെണിയാണ് ഇത്. ഈ കെണി എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് വാക്സിനേഷൻ്റെ ദുരന്തവും വാക്സിനേഷൻ വഴി ഒരു വ്യക്തിക്ക് ദൈവരാജ്യം എങ്ങനെ നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ കഴിയുന്നത്. ആദ്യമായി തന്നെ പറയട്ടെ, വൈറസിനെ വാക്സിനിലൂടെ തുരത്താൻ കഴിയുമെന്നത് മനുഷ്യൻ്റെ വ്യാമോഹം മാത്രമാണ്. മനോവയുടെ ഈ പ്രഖ്യാപനത്തെ പ്രതിരോധിക്കാൻ ആദ്യമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് പോളിയോ വാക്സിനെ സംബന്ധിച്ചുള്ള വിവരണമായിരിക്കാം. ഇതുതന്നെയാണ് മനോവയ്ക്ക് പറയാനുള്ളത്. പോളിയോ വാക്സിനിലൂടെ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന ധാരണയിലേക്ക് മനുഷ്യനെ നയിക്കാൻ കഴിഞ്ഞു എന്നതാണ് ശാസ്ത്രലോകത്തിൻ്റെ വിജയം. വാക്സിനിലൂടെയാണ് പോളിയോ നിയന്ത്രിക്കപ്പെട്ടത് എന്ന ധാരണയിലാണ് മനുഷ്യരിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വൈറസ് ഇല്ലാതാവുന്നത് ശരീരം തന്നെ അതിനെതിരെയുള്ള പ്രതിരോധ ശേഷി ആർജിക്കുമ്പോൾ മാത്രമാണ്. വൈറസുമായി സഹവസിക്കുമ്പോൾ ശരീരം തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും. മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവികൾക്കും ഈ കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്. ഈ പ്രതിരോധ ശേഷി ആർജിക്കാനുള്ള സമയം ശരീരത്തിന് നൽകുക എന്നതാണ് വിവേകിയായ ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തം. മനുഷ്യനും ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽ അനേകതരം വൈറസുകൾ ഈ ഭൂമിയിൽ കടന്നു വരികയും മനുഷ്യനും മറ്റു ജീവികൾക്കും ഉപദ്രവം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അവയെല്ലാം കാലപ്പഴക്കത്തിൽ മനുഷ്യനുമായും ജീവികളുമായും സഹവസിച്ച് അവരുമായി പൊരുത്തപ്പെട്ടു എന്നതാണ് വസ്തുത. ഇങ്ങനെ പൊരുത്തപ്പെട്ട് വൈറസുകളൊന്നും ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടില്ല. ഇപ്പോഴും ആ വൈറസുകളുണ്ട്. എന്നാൽ ആ വൈറസുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി മനുഷ്യരും ജീവികളും ആർജിച്ചു. ഇതാണ്
ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ വൈറസിൻ്റെയും ചരിത്രം. എന്നാൽ അതിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ വഞ്ചിക്കപ്പെടുന്നത് മനുഷ്യരാണ്. മനുഷ്യൻ്റെ ശരീരം അല്ലെങ്കിൽ ജീവികളുടെ ശരീരം സ്വയം ആർജിച്ച പ്രതിരോധശേഷി, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ശാസ്ത്രം ഏറ്റെടുത്തു എന്നതാണ് സത്യം. ചിന്തിക്കാൻ തയ്യാറാകുന്നവർക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തതയോടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ലോകാരോഗ്യ സംഘടന പ്രഹസനമായി പുറപ്പെടുവിച്ചിരിക്കുന്ന കോവിഡ് പ്രോട്ടോക്കോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അവരുടെ മൗഢ്യം തിരിച്ചറിയാൻ. ഒന്നുകിൽ കൊറോണ എന്താണെന്ന് ഇതുവരെയും ലോകാരോഗ്യ സംഘടനയ്ക്കോ ആരോഗ്യ വിദഗ്ധർക്കോ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ലോകത്തെ മനുഷ്യരെ മുഴുവൻ വിഡ്ഢികളാക്കാൻ നടത്തുന്ന ഇവരുടെ ശ്രമം വിജയിച്ചു എന്ന് പറയേണ്ടി വരും. ജലദോഷത്തിന് കാരണമാകുന്ന വൈറസിനെ പോലും പ്രതിരോധിക്കാൻ ഒരു വാക്സിനും ശാസ്ത്രം ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ശരീരം അതിനെ സ്വയം പ്രതിരോധിക്കുന്നു. പ്രതിരോധശേഷി കുറവുള്ള വ്യക്തികൾക്ക് ഇന്നും ജലദോഷം ബാധിക്കുന്നുണ്ട്. അതായത് ജലദോഷത്തിന് കാരണമാകുന്ന വൈറസ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. അനുകൂലമായ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ഈ വൈറസ് ഓരോ വ്യക്തിയുടെയും ശരീരത്തിലേക്ക് കടന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്തവർക്ക് അത് ബാധിക്കും. ലോകത്ത് ഇന്ന് വരെയും കടന്നു വന്നിട്ടുള്ള ഏതൊരു വൈറസിൻ്റെ കാര്യത്തിലും ഇത് ബാധകമാണ്. ഇനി മറ്റൊരു കാര്യവും കൂടി ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ടതുണ്ട്. വൈറസിനെ ശരീരം സ്വയം പ്രതിരോധിക്കുന്നതിന് പകരം ഏതെങ്കിലും വിധത്തിലുള്ള കൃത്രിമ മാർഗത്തിലൂടെ, വാക്സിനിലൂടെയോ മറ്റെന്തെങ്കിലും പ്രതിരോധ മരുന്നുകളിലൂടെയോ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അത് സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊറോണയ്ക്കെതിരെ ശാസ്ത്രം കണ്ടുപിടിച്ചു എന്ന് പറയപ്പെടുന്ന വാക്സിനുകൾ, അവ സ്വീകരിച്ചവരെല്ലാവരും തന്നെ വീണ്ടും കൊറോണ ബാധിതരായി തീരുകയും മരണത്തിലേക്ക് പോലും നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2 ഡോസ് വാക്സിൻ എടുത്തവരെയാണ് ഒമിക്രോൺ എന്ന് പറയുന്ന പുതിയ വകഭേദം ആക്രമിക്കുന്നത്. കൊറോണയ്ക്കെതിരെ പ്രതിരോധമായിട്ട് ഇറങ്ങി വന്ന ആളുകൾക്കെല്ലാം ഇതൊരു ദൃഷ്ടാന്തമാണ്. ഇനി ഒമിക്രോണിനെതിരെ പുതിയ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വാക്സിൻ എടുത്താൽ വീണ്ടും മറ്റൊരു വകഭേദം വന്ന് ഈ പറഞ്ഞ ആളുകളെ അത് ഉപദ്രവിക്കും. എന്നാൽ വാക്സിൻ എടുക്കാത്തവരെ ഒമിക്രോണോ ഇനി വരാൻ പോകുന്ന വകഭേദങ്ങളോ ഉപദ്രവിക്കില്ല എന്ന കാര്യം കൂടി നാം തിരിച്ചറിയണം. കാരണം വാക്സിൻ എടുക്കാത്തവരുടെ ശരീരം ഇപ്പോൾ തന്നെ കൊറോണയ്ക്കെതിരെയുള്ള പ്രതിരോധശേഷി ആർജിച്ചു കഴിഞ്ഞു. അവരെ എതിരിടാൻ കൊറോണയുടെ ഒരു വകഭേദങ്ങൾക്കും ഇനി സാധിക്കില്ല എന്നതാണ് യഥാർത്ഥത്തിൽ വൈറസുകളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ശരീരം സ്വയം ആർജിക്കുന്ന പ്രതിരോധം എന്നത് ദൈവദത്തമാണെന്ന് പറയേണ്ടി വരും. ആദ്യ മനുഷ്യനായ ആദത്തെയും അവനിൽ നിന്ന് ഹൗവയെയും ഈ പ്രപഞ്ചത്തിൽ ആയിരിക്കുന്ന ജീവജാലങ്ങളെയെല്ലാം ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ സൃഷ്ടികൾക്ക് നേരെ സാത്താൻ അയക്കുന്ന ഏതൊരു ദുരന്തത്തെയും അതിജീവിക്കാനുള്ള കഴിവും നൽകിയിട്ടുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം ഈ കഴിവ് നൽകി. വൈറസിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചോ ഒന്നും കൂടുതലായിട്ട് പ്രതിപാദിക്കാനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ വാക്സിൻ എന്ന പ്രഹസനത്തെയും അതിൻ്റെ വഴിക്ക് തൽക്കാലം വിടുന്നു. എന്നിരുന്നാലും ഒരു കാര്യം നാം തിരിച്ചറിയണം. എന്തെന്നാൽ ആരോഗ്യമേഖലയിൽ അലോപ്പതി എന്ന നവീന ചികിത്സാ സമ്പ്രദായം ആധിപത്യം ഉറപ്പിക്കുന്നതിന് മുൻപും ഈ ലോകത്ത് മനുഷ്യരുണ്ടായിരുന്നു, അവർക്ക് ചികിത്സകളും ഉണ്ടായിരുന്നു. രോഗം വന്നാൽ ചികിത്സിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രം കടന്നു വന്ന ആധുനിക ചികിത്സാ സമ്പ്രദായം ലോകത്തെ കീഴടക്കുകയും
വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആധുനിക ചികിത്സാ രംഗത്തെയോ ആ മേഖലയോ അതിൻ്റെ സമ്പ്രദായത്തെയോ ഒന്നും നിഷേധിക്കാനോ തള്ളിക്കളയാനോ നമുക്ക് ആർക്കും കഴിയില്ല. എന്നാൽ ഈ ചികിത്സാ രീതിയുടെ മേൽ ഇല്ലൂമിനാറ്റി ആധിപത്യമുറപ്പിക്കുകയും അവരുടെ ഇംഗിതത്തിനനുസരണമായി ഈ മേഖലയെ തിരിച്ചുവിടുകയും ചെയ്തപ്പോഴാണ് മാനവരാശിക്ക് ഇത് വലിയ ദുരന്തമായി പരിണമിച്ചത്. ദൈവം നൽകിയ അറിവും ബുദ്ധിയും നന്മയ്ക്കായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആധുനിക ചികിത്സാ രംഗത്തെ എല്ലാ നന്മകളെയും ഈ കാരണം കൊണ്ട് തന്നെ അംഗീകരിക്കുകയും വേണം. ഇവയെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന തിന്മയെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഈ രംഗത്തിൻ്റെ മേൽ സാത്താൻ കൈകടത്തിയപ്പോൾ മനുഷ്യൻ്റെ നാശത്തിനായി അത് മാറി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഐക്യരാഷ്ട്രസഭ എന്ന ഇല്ലൂമിനാറ്റി പ്രസ്ഥാനത്തിന് കീഴിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചികിത്സാ മേഖലകളെയെല്ലാം ഈ സംഘടനയ്ക്ക് കീഴിലാക്കുകയും ചെയ്തതോടെയാണ് എല്ലാ ദുരന്തത്തിനും നാന്ദി കുറിക്കപ്പെട്ടത്. മനുഷ്യൻ്റെ നന്മയ്ക്കായി കൊണ്ടുവന്ന ചികിത്സാ സമ്പ്രദായങ്ങളെ മുഴുവൻ മനുഷ്യൻ്റെ നാശത്തിനായി മാറ്റിമറിക്കുക എന്നതായിരുന്നു ഇല്ലൂമിനാറ്റിയുടെ അജണ്ട. ഈ അജണ്ടയാണ് ഇല്ലൂമിനാറ്റികൾ ലോകാരോഗ്യ സംഘടനയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാം തിരിച്ചറിയാത്തതാണ് ഇവരുടെ വിജയവും. വൈറസിനെതിരെ കണ്ടുപിടിച്ചു എന്ന് പറയപ്പെടുന്ന എല്ലാ വാക്സിനുകളുടെയും പിന്നിൽ ഇല്ലൂമിനാറ്റികളുടെ അജണ്ടയുണ്ട്. ധനസമ്പാദന മാർഗം എന്ന നിലയിലാണ് ആദ്യമൊക്കെ ഈ അജണ്ട ഇല്ലൂമിനാറ്റികൾ നടപ്പാക്കിയതെങ്കിൽ ഇന്നത് മനുഷ്യൻ്റെ ആധ്യാത്മികതയുടെ മേലുള്ള കടന്നുകയറ്റമായി മാറിയിരിക്കുന്നു എന്നതാണ് ഭയാനകമായ യാഥാർത്ഥ്യം. മനുഷ്യൻ്റെ ബുദ്ധിയെയും ചിന്തയെയും ഭാവനയെയും മാത്രമല്ല, അവൻ്റെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ ഇന്ന് ആധുനിക ശാസ്ത്രമേഖല കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കണം, അവൻ്റെ ഭാവന എപ്രകാരം ഉണരണം എന്നൊക്കെ ലോകാരോഗ്യ സംഘടന നിയന്ത്രിക്കുന്ന അവസ്ഥ ഇന്നുണ്ട്. അതായത് ഇന്ന് പല വ്യക്തികളുടെയും ചിന്തയുടെ കടിഞ്ഞാൺ ഇല്ലൂമിനാറ്റികളുടെ കൈകളിലാണ്. അവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് വാക്സിനേഷനുകൾ. മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് ലഭിക്കുന്ന സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ് സംവേദനം സാധ്യമാകുന്നത്. ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ തലച്ചോറ് അത് അറിയുന്നതുകൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലുള്ള ലക്ഷക്കണക്കിന് ഒപ്റ്റിക്കൽ നെർവസുകൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടാണിരിക്കുന്നത്. ഇത് വേദനയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റേതൊരു വികാരത്തിൻ്റെയും എല്ലാ ചിന്തകളുടെയും സിഗ്നൽ പാസ് ചെയ്യുന്നത് ഇത്തരം നെർവസുകളാണ്. ചില രാസപദാർത്ഥങ്ങൾ കൊണ്ട് ഈ നെർവസുകളുടെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കാനും അതിനെ തളർത്തുവാനും സാധിക്കും. വേദന സംഹാരി നമുക്ക് ഗുണം ചെയ്യുന്നത് ഈ രീതിയിലാണ്. വേദന ഇല്ലാതാവുകയല്ല, പകരം വേദനയെക്കുറിച്ചുള്ള അറിവ് തലച്ചോറിലേക്ക് പാസ് ചെയ്യപ്പെടാതെ വരിക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. ഏതൊരു നെർവസിനെയും ഇപ്രകാരം തളർത്തുവാനും ഉദ്ദീപിപ്പിക്കുവാനും ഇന്ന് രാസപദാർത്ഥങ്ങളടങ്ങുന്ന മരുന്നുകൾക്ക് സാധിക്കും. ഇന്ന് മനുഷ്യരെ ആകെ ഗ്രസിച്ചിരിക്കുന്ന മിഥ്യാബോധത്തിന് പിന്നിലും ഇത്തരം മരുന്ന് പരീക്ഷണങ്ങൾ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. രോഗത്തെ ശമിപ്പിക്കാൻ ശാസ്ത്രീയമായി കണ്ടെത്തിയ മരുന്നുകൾക്ക് സാധിക്കുന്നത് പോലെ രോഗങ്ങൾ ഉണ്ടാക്കാനും മരുന്നുകൾക്ക് സാധിക്കും. അതായത് മാനസികമായ രോഗങ്ങളെ രാസവസ്തുക്കൾ അടങ്ങിയ മരുന്നുകൾ ഉപയോഗിച്ച് സുഖപ്പെടുത്തുന്നത് പോലെ മാനസിക വിഭ്രാന്തിയിലേക്ക് നയിക്കുന്ന രാസപദാർത്ഥങ്ങളും മരുന്നുകളായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ ബോധതലങ്ങളെപ്പോലും മരുന്നുകളിലൂടെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമെന്നതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ മിഥ്യാബോധത്തിലേക്ക് നയിക്കാൻ
മരുന്നുകൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞാൽ ആരും അതിൽ അത്ഭുതപ്പെടേണ്ട. ആതുര ശുശ്രൂഷ മേഖലയെ ഇല്ലൂമിനാറ്റി ഏറ്റെടുത്തതോടെ അതാണ് സംഭവിച്ചത്. മിഥ്യാബോധം മനുഷ്യനെ ഗ്രസിക്കുന്നത് രണ്ട് വിധത്തിലാണ്. സ്വാഭാവികമെന്ന് തോന്നുന്ന വിധം മിഥ്യാബോധം മനുഷ്യനെ ഗ്രസിക്കുന്നു. ഇത് ബൈബിൾ നൽകുന്ന വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. പൗലോസ് അപ്പസ്തോലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇവിടെ കേട്ടത്. മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തുമെന്നാണ് ഇവിടെ നാം വായിച്ചത്. ദൈവം ഉണർത്തുന്നത് കൊണ്ട് തന്നെ അതൊരു സ്വാഭാവിക പ്രതിഭാസമായി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവം എന്തിനാണ് ഒരുവനിൽ മിഥ്യാബോധം ഉണർത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. ആ കാരണം മനസ്സിലാക്കുന്നതാണ് ഇതിലെ പ്രധാനമായ വിഷയം. സത്യത്തെ സ്നേഹിക്കുന്നതിന് പകരം അസത്യത്തെ സ്നേഹിച്ചു എന്നതാണ് അവരിൽ മിഥ്യാബോധം ഉണർത്തുന്നതിന് കാരണമായി ദൈവം കണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി സത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അസത്യദൈവങ്ങളെ ആരാധിക്കുമ്പോൾ അവനിലേക്ക് മിഥ്യാബോധം വന്ന് അവനെ ഗ്രസിക്കും. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് യേശുവ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏക സത്യദൈവമായ അവിടത്തെയും അവിടുന്ന് അയച്ച യേശുവ മശിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്നും യേശുവ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏകസത്യ ദൈവം തന്നെയാണ് ഈ യേശുവ എന്ന തിരിച്ചറിവുള്ളവരാണ് ക്രിസ്ത്യാനികൾ. യേശുവ ഏകസത്യ ദൈവമായിരിക്കെ ഏകരക്ഷയും അവിടുന്നായിരിക്കെ ഈ രക്ഷയ്ക്ക് പകരം മറ്റ് രക്ഷകരെ അന്വേഷിക്കുകയോ ഈ സത്യത്തിന് പകരം മറ്റ് സത്യത്തെ സ്നേഹിക്കുകയോ ചെയ്യുന്നവർക്ക് സ്വാഭാവികമായി വന്നു ഭവിക്കുന്ന ഒരു ദുരന്തമാണ് മിഥ്യാബോധം. എന്നാൽ യേശുവായെ മാത്രം രക്ഷകനായി സ്വീകരിക്കുകയും യേശുവായുടെ പുനരാഗമനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരുവനെയും മിഥ്യാബോധം ഗ്രസിക്കുകയില്ല. ഇവിടെയാണ് രണ്ടാമത്തെ വിധത്തിലുള്ള മിഥ്യാബോധത്തിൻ്റെ പ്രസക്തി. ദൈവം അയക്കുന്ന മിഥ്യാബോധം ഗ്രസിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാതെ പിശാചുക്കളെ സ്നേഹിച്ചവരുടെ മേലാണെങ്കിൽ, രണ്ടാമത്തെ മിഥ്യാബോധം മനുഷ്യനിർമ്മിതമാണ്. അത് ഗ്രസിക്കുന്നത് ദൈവജനത്തെയാണ് എന്നത് നമ്മൾ ഭയത്തോടെ ഓർക്കണം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ദൈവം അയക്കുന്ന മിഥ്യാബോധം ഗ്രസിക്കുന്നത് ദൈവദൂഷകരും ദൈവത്തെ സ്നേഹിക്കാതെ സത്യത്തെ സ്നേഹിക്കാതെ അസത്യത്തെ സ്നേഹിച്ച് കടന്നുപോയവരുടെ മേലാണെങ്കിൽ, സാത്താൻ അയക്കുന്ന മിഥ്യാബോധം ദൈവമക്കളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഈ മിഥ്യാബോധം ജനിപ്പിക്കുന്നതിന് വേണ്ടി സാത്താൻ ഒരുക്കുന്ന ക്രമീകരണങ്ങളിലൊന്നാണ് വാക്സിനേഷൻ. വാക്സിനേഷനിലൂടെ തലച്ചോറിൽ രാസപരിണാമം സംഭവിക്കുകയും ഒരു മനുഷ്യനെ മിഥ്യാബോധത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് നാം ഇവിടെ തിരിച്ചറിയണം. ശരിയും തെറ്റും തിരിച്ചറിയുന്നതിനുള്ള കഴിവ് നശിപ്പിക്കുകയും വിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ വാക്സിനേഷനിലൂടെ തലച്ചോറിൽ നടത്തുവാനായിട്ട് കഴിയുമെന്നതും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. വാക്സിനേഷന് വേണ്ടി നിർബന്ധം ചെലുത്തുന്നതിന് പിന്നിലെ അജണ്ടയും ഇതുതന്നെയാണ്. യേശുവായുടെ പുനരാഗമനം സമീപിച്ചുവെന്ന് ആരെക്കാളും നന്നായി അറിയുന്നവനാണ് പിശാച്. അതുകൊണ്ട് തന്നെ എല്ലാ ആയുധങ്ങളുമായി അവൻ യുദ്ധരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. യേശുവായുടെ പുനരാഗമനത്തിൽ അവിടുത്തെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരായി ആരും ഉണ്ടാകരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു.
ദൈവമക്കളെ മിഥ്യാബോധം ഗ്രസിച്ചാൽ തൻ്റെ ആഗ്രഹം സഫലീകരിക്കപ്പെടുമെന്ന് അവനറിയാം. അതിനുവേണ്ടിയാണ് ക്രൈസ്തവ സഭകളിലെ ആചാര്യ വേഷധാരികളെപ്പോലും വാക്സിൻ പ്രചാരകരായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. നാം വിവേകപൂർവം വർത്തിക്കേണ്ടത് ഇവിടെയാണ്. എല്ലാ നിർബന്ധങ്ങളുടെയും പിന്നിൽ ഒരു പൈശാചികതയുണ്ട്. ദൈവം ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല. നിർബന്ധപൂർവം എന്തെങ്കിലും ആരുടെയെങ്കിലും മേൽ അടിച്ചേൽപ്പിക്കുന്നത് സാത്താനും അവൻ്റെ സംവിധാനങ്ങളും മാത്രമാണ്. മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ദൈവത്തിന് വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാമായിരുന്നു. എന്നാൽ അവിടുന്ന് അത് ചെയ്തിട്ടില്ല. ഇതുതന്നെയാണ് യേശുവായും ചെയ്തത്. അവിടുത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന ശിഷ്യന്മാരിൽ അനേകർ പിരിഞ്ഞു പോയപ്പോൾ അവശേഷിച്ചിരുന്ന ശിഷ്യന്മാരോടായി യേശുവ ചോദിച്ചത്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ എന്നാണ്. നന്മയും തിന്മയും മുൻപിൽ വച്ചിട്ട് ഇഷ്ടമുള്ളത് എടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയ ദൈവത്തിൻ്റെ സ്വഭാവം യേശുവായും ഇവിടെ വെളിപ്പെടുത്തി. അതിനാൽ എല്ലാ നിർബന്ധങ്ങളുടെയും പിന്നിൽ പൈശാചികതയുണ്ടെന്ന് തിരിച്ചറിയുകയും ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിവേകപൂർവ്വം വർത്തിക്കുകയും ചെയ്യണം. മാത്രവുമല്ല, ഇതൊരു അന്ത്യകാല അടയാളം കൂടിയാണ്. വെളിപാടിൻ്റെ പുസ്തകം പറയുന്നത് എന്താണെന്ന് നോക്കുക. ചെറിയവരും വലിയവരും, ധനികരും ദരിദ്രരും, സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത്ത് കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു. മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ. അത് ഒരു മനുഷ്യൻ്റെ സംഖ്യയാണ്. ആ സംഖ്യ 666. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഒരു നിർബന്ധിക്കൽ കാണാം. ഈ നിർബന്ധമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളിപാട് പുസ്തകം നൽകുന്ന മുന്നറിയിപ്പ് 666 എന്ന മുദ്ര വലത് കൈത്തണ്ടയിലോ നെറ്റിയിലോ പതിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണെങ്കിൽ, ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മിഥ്യാബോധത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് ആവശ്യമായ മരുന്ന് സ്വീകരിക്കാനാണ്. ഈ നിർബന്ധത്തെ അതിജീവിക്കാൻ കഴിയാത്തവർക്ക് 666 എന്ന മുദ്ര മനുഷ്യൻ്റെ മേൽ പതിപ്പിക്കാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ എങ്ങനെ സാധിക്കും എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അതായത് ഇതൊരു ട്രയൽ റണ്ണാണ്. മാത്രവുമല്ല, ദൈവം ഇത് അനുവദിച്ചതുമാണ്. 666 അതിജീവിക്കാൻ എത്ര പേരുണ്ടായിരിക്കുമെന്ന് ദൈവം പരീക്ഷിച്ചറിയുകയാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന യേശുവായുടെ ചോദ്യത്തിൻ്റെ പ്രസക്തി നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് ദർശിക്കാൻ കഴിയും. തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് കരുതപ്പെടുന്നവർ പോലും ഇന്ന് മിഥ്യാബോധത്തിൻ്റെ തടവറയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ പുനരാഗമനം അവിടുത്തെ വാഗ്ദാന പ്രകാരം തന്നെ ത്വരിതപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യേശുവ അരുളി ചെയ്ത ഈ വചനങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും. യാഹ്വേ ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരുവനും രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. ഇതാ ക്രിസ്തു ഇവിടെ, അതാ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി
അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കിയെന്നാണ് യേശുവ ഇവിടെ വ്യക്തമാക്കിയത്. അതായത് ദൈവിക പദ്ധതി പ്രകാരം യേശുവയുടെ പുനരാഗമനത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം വരെയും ഇനി കാത്തിരിക്കേണ്ടി വരില്ല. അതിനു മുൻപ് തന്നെ അവിടുന്ന് മടങ്ങി വരും. ബൈബിളിലെ പ്രഖ്യാപനങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിച്ചാൽ യേശുവയുടെ പുനരാഗമനത്തെ സംബന്ധിക്കുന്ന അടയാളങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. എല്ലാ അവസാനിപ്പിക്കലിനും അതിനോട് ചേർത്ത് വെച്ച് ഒരു 40 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ബൈബിളിലുടനീളം പരിശോധിക്കുമ്പോൾ 40 പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ യേശുവയുടെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട സമയവും ആ 40 ചേർത്ത് വെച്ച് നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നതാണ്. ആ കണക്ക് പ്രകാരം 2033 എന്നത് ഒരു അവസാനിപ്പിക്കലിൻ്റെ കണക്കാണ്. യേശുവയുടെ പുനരാഗമനം 2033 സാധ്യമാകും എന്ന് ബൈബിളിലെ പ്രവചനങ്ങളെയും ചരിത്രങ്ങളെയും കണക്കുകളെയും ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദിവസത്തെയാണ് ദൈവം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ബൈബിളിലെ പ്രവചനങ്ങളും ബൈബിൾ നൽകുന്ന കണക്കുകളും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന 2033 ആണെങ്കിൽ യേശുവയുടെ പുനരാഗമനത്തിന് 11 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഈ ദിവസങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ദൈവം ചുരുക്കി എന്നാണ് യേശുവ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ യേശുവയുടെ പുനരാഗമനം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന അത്രയും നമ്മുടെ സമീപത്ത് എത്തിക്കഴിഞ്ഞു. വാക്സിൻ എടുത്തവർക്ക് യേശുവയുടെ രാജ്യത്ത് പ്രവേശനം സാധ്യമാകുമോ എന്ന ഒരു ചോദ്യം ഈ അടുത്ത നാളുകളിൽ മനോവയുടെ മുന്നിൽ ഒരു വ്യക്തി ഉന്നയിക്കുകയുണ്ടായി. ആ ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്തെന്നാൽ വാക്സിൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു നിയമലംഘനമല്ല. എന്നാൽ വാക്സിൻ എടുക്കുന്നതിലൂടെ വരുന്ന പരിവർത്തനം അവനെ നിയമലംഘകനാക്കി മാറ്റുന്ന സാഹചര്യമുണ്ട്. വാക്സിനേഷനിലൂടെ മിഥ്യാബോധത്തിലേക്ക് അവൻ നയിക്കപ്പെട്ടാൽ അവൻ പരിത്യജിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതാണ് വാക്സിനേഷൻ്റെ ഒരു ദുരന്തം. ഇനിയുമുണ്ട് ദുരന്തങ്ങൾ. കണക്കുകൾ നൽകുന്ന സൂചന പ്രകാരം യേശുവയുടെ പുനരാഗമനത്തിന് 11 വർഷം കാത്തിരിക്കണമെങ്കിൽ അവിടുന്ന് മടങ്ങി വന്ന് ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുകയും 1000 വർഷം അവിടുന്ന് വാഴുകയും ചെയ്യുമ്പോൾ ആ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ വാക്സിൻ എടുത്തവർക്ക് സാധിക്കില്ല. കാരണം വാക്സിൻ എടുത്ത വ്യക്തികളുടെ ആയുസ് 1 വർഷത്തിനും 5 വർഷത്തിനും ഇടയിൽ അവസാനിക്കും. 2 ഡോസ് വാക്സിൻ എടുത്തവരുടെ പരമാവധി ആയുസ് 5 വർഷം മാത്രമാണ്. മനോവ ഈ പറഞ്ഞ വാക്കുകൾ കടലാസും പേനയും എടുത്ത് എഴുതി വെച്ചുകൊള്ളുക. വാക്സിനേഷൻ്റെ 2 ദുരന്തങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. വേറെയും ദുരന്തങ്ങൾ ഉണ്ടെങ്കിലും അവയെക്കുറിച്ച് തൽക്കാലം ഇവിടെ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ വാക്സിൻ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ടാക്കുന്നതാണെങ്കിലും വാക്സിൻ എടുക്കാത്തവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ മറ്റുള്ളവരെ പ്രതി ഈ സത്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ മനോവയ്ക്ക് കഴിയില്ല. വാക്സിൻ എടുത്തവരോടായി പറയട്ടെ, വാക്സിൻ എടുത്തു എന്നത് പാപമല്ല, നിയമലംഘനവുമല്ല. ആ കാരണം കൊണ്ട് തന്നെ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് ആരും നരകത്തിൽ പോവുകയോ നിത്യരക്ഷയിൽ നിന്ന് പുറന്തള്ളപ്പെടുകയോ ചെയ്യുന്നില്ല. എന്നാൽ വാക്സിൻ ശരീരത്തിൽ നടത്തുന്ന പ്രവർത്തനം ആ ശരീരത്തിൻ്റെ ഉടമയെ അവിശ്വാസത്തിലേക്കും ഭക്തിരാഹിത്യത്തിലേക്കും വിപ്ലവ ചിന്തയിലേക്കും നയിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ വചനാധിഷ്ഠിതമായ ജീവിതത്തിന് സ്വയം സമർപ്പിക്കണം. ദൈവിക നിയമങ്ങളിൽ നിന്ന് ഇടം വലം അവർ വ്യതിചലിക്കരുത്. മറ്റുള്ളവരുടെ പ്രബോധനങ്ങൾക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും അരുത്.
വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയോ മറ്റുള്ളവരുടെ ആശയങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചെവി കൊടുക്കുകയോ ചെയ്താൽ തങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വാക്സിൻ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ശരി തെറ്റുകൾ വിവേചിക്കുന്നതിൽ പരാജയപ്പെടുകയും ആത്മീയത കൈമോശം വരുന്ന വിധം മിഥ്യാബോധത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ്. നന്മയോ തിന്മയോ ആയ ഒരു കാര്യങ്ങളിലും ഒരു ചർച്ചകളിലും പങ്കെടുക്കാതിരിക്കുന്നതാണ് അവരുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും നല്ലത്. പള്ളിത്തർക്കങ്ങളിലോ കുർബാന തർക്കങ്ങളിലോ പോലും ഇവർ ഇടപെട്ടാൽ ഇവർക്ക് ശരി തെറ്റുകൾ വിവേചിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട് തങ്ങളുടെ ആത്മനാശത്തിന് കാരണമാകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വാക്സിൻ എടുത്തവർ സൂക്ഷിക്കണം, അവർ ജാഗ്രത പുലർത്തണം. യേശുവായെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തി വാക്സിൻ എടുക്കുകയും പെട്ടെന്ന് തന്നെ മരണമടയുകയും ചെയ്താൽ ആ വ്യക്തി ഭാഗ്യമുള്ളവനെന്ന് മനോവ പറയും. കാരണം വാക്സിൻ എടുത്തതിന് ശേഷവും അധികകാലം ജീവിക്കാതിരിക്കുന്നതാണ് അവൻ്റെ ആത്മീയതയ്ക്ക് ഏറ്റവും ഭൂഷണം. വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ മരണം ആ വ്യക്തിയെ ഗ്രസിച്ചതുകൊണ്ട് വാക്സിൻ്റെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന നിത്യനാശം ആ വ്യക്തിക്ക് സംഭവിക്കാതിരുന്നു എന്നത് ആശ്വാസകരം തന്നെ. വാക്സിൻ എടുത്തവർ വാക്സിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക, വാക്സിൻ എടുക്കാത്തവർ വാക്സിനെ പ്രതിരോധിക്കുക. ഇതാണ് മനോവയ്ക്ക് ഈ വിഷയത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്. യേശുവ വേഗം വന്ന് ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുകയും ഭൂമി മുഴുവൻ്റെയും രാജാവായി 1000 വർഷം വാഴുകയും ചെയ്യട്ടെ. എന്നും ജീവിക്കുന്നവനും വീണ്ടും വരാനിരിക്കുന്നവനുമായ യേശുവയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം.